ഗവർണർ അല്പസമയത്തിനകം ഇറങ്ങാൻ പോവുകയാണ്. ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മ പീഠവും ഏകോപിച്ച് നടക്കുന്ന സെമിനാറാണ് നടക്കാൻ പോകുന്നത്. അതിലേക്കാണ് 4 മണിയിലേക്ക് ഗവർണർ എത്തുന്നത്. അതിവേഗം നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ ഗവർണർ ഇറങ്ങാൻ പോകുന്നു. അതിന്റെ ദൃശ്യമാണ്, ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവർണർ സെമിനാറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. 4 മണിക്കാണ് ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മ പീഠവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കാൻ പോകുന്നത്. അവിടെ എന്തായിരിക്കും ഗവർണർ ഇറങ്ങുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവർണർ കാറിലേക്ക് സുരക്ഷയോടുകൂടി കയറുന്നു. അല്പസമയത്തിനകം തന്നെ, അധിക ദൂരമില്ല സെമിനാർ ഹാളിലേക്ക്, കാലിക്കറ്റ് ക്യാമ്പസിനുള്ള സെമിനാർ ഹാളിലേക്ക് എത്താൻ. അവിടെ നിന്നും ഗവർണർ ഇറങ്ങുന്നതിന്റെ കാഴ്ചയാണ് തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവർണറുടെ സുരക്ഷാ വാഹനങ്ങളും ഉണ്ട്. പോലീസ് അതീവ സുരക്ഷയോടുകൂടി പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഗവർണർ ഒരു നിശ്ചിത അകലം തന്നെ കൽപ്പിച്ചിട്ടുണ്ട് നേരത്തെ. അതല്ല, ആ അകലവും കഴിഞ്ഞ് പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ കാറിൽ നിന്നും ഇറങ്ങും എന്ന് ഗൗരവത്തോടുകൂടി അദ്ദേഹം വെല്ലുവിളി സ്വരത്തിൽ പറയുന്നതും കേരളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. ഗവർണർ കടന്നു പോവുകയാണ് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ ഹാളിലേക്ക്. അതീവ സുരക്ഷയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ അനുഗമിക്കുന്നുണ്ട്. ഗവർണറുടെ സ്പെഷ്യൽ ടീം ഉദ്യോഗസ്ഥർക്ക് ഗവർണറെ അനുഗമിക്കുകയാണ്. സുരക്ഷ ഭേദിക്കപ്പെടരുത്, സുരക്ഷാ പഴുതുകൾ ഉണ്ടാകരുത് എന്ന് പോലീസ് കൂടി പറയുന്നുണ്ട്. പ്രതിഷേധം അല്പസമയം മുമ്പ് SFIയുടെ ഭാഗത്തു നിന്നും ബാരിക്കേഡ് മറിച്ച് പുറത്തേക്ക് വരാനുള്ള ശ്രമം, അപ്രതീക്ഷിതമായി ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ കണ്ടു. അതുകൊണ്ടൊക്കെ വളരെ ഗൗരവത്തോടുകൂടി അതീവ സുരക്ഷ ഒരുക്കിയാണ് ഗവർണർ ഇപ്പോൾ സെമിനാർ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ഇറങ്ങിയിരിക്കുന്നു, അതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇനി സെമിനാർ ഹാളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമെന്ന പോലീസ് തന്നെ അവിടെ വിശേഷിപ്പിക്കുന്നു. ഗവർണർ എന്താണ് വല്ലതും പറയുമോ എന്ന് അറിയില്ല. മാധ്യമങ്ങൾ മൈക്ക് വയ്ക്കുന്നുണ്ട്, നോക്കാം. Which media organization you belong to? അടുത്ത ഭാഷയിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ഏത് മീഡിയ ആണ് എന്ന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗവർണർ സർവകലാശാല ഹാളിലേക്ക്, സെമിനാർ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് സെമിനാർ ഹാളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are Hondas. They are not students. Only SFI has students. Other students are not there. അടുത്ത ഭാഷയിലാണ് ഗവർണറുടെ പരാമർശങ്ങൾ വരുന്നത്. SFIക്കാർ, വിദ്യാർത്ഥികൾ, അവർ ഗുണ്ടകൾ എന്നാണ് ഇപ്പോൾ പ്രതിഷേധിച്ചവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പോലീസ് സംരക്ഷണയിൽ എത്തിയ ഗുണ്ടകൾ മുഖ്യമന്ത്രിയെയും പ്രതിപാദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി They are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you promoting students? Get lost.